നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച രാത്രിയിൽ ആരംഭിച്ച മഴ തൃശൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. മണ്ണുത്തി സെന്ററും മുങ്ങി. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് തോട് കരകവിഞ്ഞൊഴുകിയതോടെ പരിസരത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിലും ആരംഭിച്ചു. ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിച്ചിട്ടും കോൾപ്പാടത്തെ തരിശുനിലങ്ങളെ കതിരണിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി കെ രാജൻ. വിശദമായ വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച രാത്രിയിൽ ആരംഭിച്ച ശക്തമായ മഴ ജില്ലയിലെ മിക്ക താഴ്ന്ന പ്രദേശങ്ങളെയും വെള്ളക്കെട്ടിലാക്കി. മണ്ണുത്തി പട്ടാളക്കുന്ന് നടത്തറ റോഡിൽ മണ്ണുത്തി ജംഗ്ഷനിൽ വൻ വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. ദേശീയപാത നിർമ്മാണത്തോടെ ആരംഭിച്ച വെള്ളക്കെട്ട് ഇന്നും പരിഹാരമില്ലാതെ തുടരുകയാണ്. ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങും. ഇതോടെ NHAI എന്തൊക്കെയോ ചിലത് കാട്ടിക്കൂട്ടും. അടുത്ത വർഷം വീണ്ടും ഇതൊക്കെ ആവർത്തിക്കും. തൃശൂർ ടൗണിൽ അശ്വിനി ജംഗ്ഷനിൽ ഇക്കൊല്ലവും വെള്ളക്കെട്ടുണ്ടായി. ആശുപത്രിയിൽ വരെ വെള്ളം കയറി. മനോരമ ജംഗ്ഷൻ മുതൽ മിഷൻ ക്വാർട്ടേഴ്സിലേക്കുള്ള റോഡിലും വെള്ളക്കെട്ടായിരുന്നു. ഇതും ആവർത്തനമാണ്. ഓരോ മഴക്കാലത്തും വെള്ളം കയറുന്നത് അധികൃതർ നിസ്സഹായതയോടെയാണ് കാണുന്നതെന്നും MP, MLA, മേയർ എന്നിവർ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ഇടപെടണമെന്നും ജനകീയ വേദി പ്രസിഡന്റ് ഭാസ്കരൻ K. മാധവൻ ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയോടെ മഴ ഏകദേശം നിലച്ച മട്ടാണ്. ഇതോടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത വെള്ളക്കെട്ടുണ്ടാകാൻ മഴ വരണം. നിസ്സാരമായ ചില പരിഷ്കാരങ്ങൾ വരുത്തിയാൽ തീരാവുന്ന പ്രശ്നം പക്ഷേ അധികാരികൾ ഗൗരവമായി കാണുന്നില്ല.
മണ്ണുത്തി ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ മണ്ണുത്തി കംപ്ലീറ്റ് വെള്ളത്തിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട MP, കൗൺസിലർ എന്നിവരോടൊക്കെ പരാതിപ്പെട്ടുകൊണ്ട് ഇന്നും നടക്കുകയാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വക കാര്യങ്ങളും മണ്ണുത്തിയിലെ ജനങ്ങൾക്ക് ഇല്ല. മണ്ണുത്തി ബൈപ്പാസ് മുതൽ ഈ മണ്ണുത്തി സെന്റർ വരെ താഴ്ചയിലും വീതിയിലും ഒരു കാനയില്ലെങ്കിൽ മണ്ണുത്തിയിലെ വെള്ളക്കെട്ട് അവസാനിക്കില്ല. അത് അടിയന്തരമായി ചെയ്യുവാൻ വേണ്ടതായ നടപടികൾ എടുക്കണമെന്ന് മന്ത്രിയോടും MLA-യോടും കൗൺസിലറോടും മേയറോടും പറഞ്ഞിട്ട് ചെവി കൊള്ളുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥ. മണ്ണുത്തി ജനകീയ കൂട്ടായ്മ നിങ്ങളെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് തോട് കരകവിഞ്ഞതോടെ സമീപത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ശക്തമായ മഴയെ തുടർന്ന് പുത്തൻകാട് തോട് കരകവിഞ്ഞതോടെ പ്രദേശത്തെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. വേലുക്കാരൻ വിൻസെന്റ്, പാത്രക്കട നാരായണൻ, ഫ്രാൻസിസ് പുറത്തൂർ, ബാബു കൊല്ലേലി, വിജയൻ ആംതാനി, LC എലുവത്തിങ്കൽ, കൂമുള്ളി ശശി, ഔസേപ്പ് വില്ലൻ, ദാസൻ കള്ളാടത്തിൽ, സുബ്രഹ്മണ്യൻ വെളിയത്തുപറമ്പിൽ, നോബിൾ തച്ചയിലിക്കര, ചിറയത്ത് ജോസ്, പഴുപ്പറമ്പിൽ റോയ് തുടങ്ങി നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. കൂടാതെ വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ 8-ാം കല്ല് കപ്പേളയുടെ സംരക്ഷണ ഭിത്തിയും വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഇടിഞ്ഞു തകർന്നു. സ്വകാര്യ വ്യക്തികൾ തോട് കയ്യേറി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതാണ് ഇത്തരത്തിൽ തോട് കരകവിയാൻ കാരണമെന്നും ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകുമെന്നും അടിയന്തരമായി ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ പ്രദേശവാസികൾ നേരിട്ട് അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഈ പാലം പണിതപ്പോൾ വീതി കൂട്ടി പണിത് ഇവിടുന്ന് ആട്ടുപാലം വരെ ഒരു ഉപയോഗശൂന്യമായ ചെക്ക് ഡാമുണ്ട്. വെള്ളമില്ല, അന്ന് ജലഗതാഗതം തടസ്സപ്പെട്ടിരുന്ന ചെക്ക് ഡാമുണ്ട്. പിന്നെ അനധികൃതമായിട്ട് നിർമ്മിച്ച 3 പാലങ്ങളുണ്ട്. ആ 3 പാലം ആ ചെക്ക് ഡാം പൊളിച്ചു മാറ്റി ഉപയോഗപ്രദമായ ഒരു ചെക്ക് ഡാം കൊണ്ടുവരുന്ന ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. 2015 പ്രളയത്തിൽ പോലും ഇത്രയും ഇവിടെ വന്നിട്ടില്ല, വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ആകെ ജീവിതത്തിൽ 2 പ്രാവശ്യം വെള്ളം കയറിയിട്ടുള്ളൂ. ഇന്നും പണ്ട് കാലത്ത് ചിറ പൊട്ടിയിരുന്നു, നായാടിച്ചിറ പൊട്ടിയ കാലത്ത് പൊട്ടിയിരുന്നു തന്നെ. അതായത് എൻ്റെ അപ്പൻ്റെ അപ്പന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത്. പിന്നെ ആദ്യം വേണ്ടത്തോടുള്ള ഞാൻ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, അനധികൃതമായ നിർമ്മാണങ്ങൾ പൊളിച്ചിരുന്ന പഞ്ചായത്തിന് ഒരു ആവശ്യമുണ്ട്. അത് നാളെ ഞങ്ങൾ യോഗം കൂടുന്നുണ്ട്. അതായത് മുരിക്കുംപാറ മുതലുള്ള എല്ലാവരും കൂടി ഇവിടെ യോഗം കൂടുന്നുണ്ട്. ഞങ്ങൾ യോഗം കൂടിയിട്ട് പഞ്ചായത്ത് പൊളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ജനകീയ സമിതി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പൊളിക്കാനുള്ള തീരുമാനം. 3 പാലും ചെക്ക് ഡാമും അത് കാണിച്ചു തരാൻ വേണ്ടി സാറിന് വേണ്ടി കാണിച്ചു തരാം. കാരണം ഇതിന് തോട് അനധികൃതമായിട്ട് കൈയേറ്റുക, അതാണ് ഇതിൻ്റെ സംഭവം. ജലഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണിത്. ഇല്ലേ
പട്ടാള തകർന്നു പുറത്തൊന്ന് നോക്ക്. ശക്തമായ മഴയിൽ പുത്തൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക വെള്ളക്കെട്ട്, നിരവധി വീടുകളിൽ വെള്ളം കയറി. ശക്തമായ മഴയിൽ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി. മിക്ക റോഡുകളും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. മലയോര പ്രദേശത്തെ തോടുകളെല്ലാം കരകവിഞ്ഞു. ഇതോടെ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വെട്ടുകാട്, ചെറുകുന്ന്, ഉദയനഗർ, ആശാദീപം, പുളിഞ്ചോട്, പുത്തൻകാട്, ആട്ടുപാലം, സ്നേഹാശ്രമം എന്നീ ഭാഗങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. പുത്തൂർ മാതാമംഗലം റൂട്ടിൽ വെട്ടുകാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. വെള്ളപ്പൊക്കം ഷമ്മീദ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഷമ്മി നിന്നോ. ശക്തമായ മഴയെ തുടർന്ന് പുത്തൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ, സമീപത്തെ ജനങ്ങൾ ആശങ്കയിൽ. പുത്തൂർ പഞ്ചായത്തിലെ വെട്ടുകാട് ഏഴാംകല്ല് സ്നേഹാശ്രമം റോഡിൽ ഉപ്പുമാക്കൻ തോമസിന്റെ വീടിന്റെ മുറ്റം ഇടിഞ്ഞു തകർന്നു. കൂടാതെ സമീപത്തെ തന്നെ ആക്കാശ്ശേരി വർഗീസ്, തെക്കുംപുറം മേരി, ബാബു ആച്ചേരിക്കുടിയിൽ, ചൊള്ളാമാക്കൻ ഷിജു, യാക്കോബ് കൊച്ചുപുരയ്ക്കൽ എന്നിവരുടെ വീടിന് പുറകുവശത്ത് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞു വീണു. പ്രദേശത്തെ 20ഓളം വീട്ടുകാർ ഭീതിയിലാണ്. മുരുക്കുംകാറ ഇളമ്പാറ റോഡിന്റെ സംരക്ഷണ ഭിത്തിയും കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. കൂടുതൽ ഭാഗം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വിധത്തിൽ വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു.
കോൾപ്പാടത്തെ തരിശു നിലങ്ങളെ കതിരണിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി കെ രാജൻ. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിക്കുമ്പോഴും കോൾപ്പാടങ്ങളിലെ തരിശു നിലങ്ങളിൽ ഹെക്ടറിന് 40,000 രൂപ നിരക്കിൽ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നൽകി എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ കോൾ കർഷക മേഖലാ പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നെൽകൃഷി മേഖലയിൽ 269 കോടി രൂപയുടെ പദ്ധതി നൽകിയ സർക്കാരിന് തരിശുരഹിത കേരളം പദ്ധതി വഴി 700 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി നടപ്പിലാക്കാൻ കഴിഞ്ഞു. കോൾപ്പാടങ്ങളുടെ നെൽകൃഷി വികസനത്തിന്റെ ഭാഗമായി ഇത്തവണ 82 ഹെക്ടറോളം ഭൂമി തരിശുരഹിതമാക്കാൻ സാധിച്ചു. കാർഷിക കലണ്ടർ കൊണ്ടുവരിക, കുമ്മായി വിതരണം ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കൽ, പൊന്നാനി കോൾ നിലങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം, 182 പമ്പ് സെറ്റുകൾ വിതരണം ചെയ്യൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ നടത്തി. മണ്ഡലം തലത്തിൽ കർഷകരുടെ യോഗങ്ങൾ നടത്തി വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുയോഗത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ കർഷകർ സംഭരണ വില, കാലാവസ്ഥാ ഇൻഷുറൻസ്, രാസവളങ്ങളുടെ വിലവർധന, കാർഷിക വേതന പ്രശ്നങ്ങൾ, ബണ്ട് കെട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായിരുന്നു. മുരളി പെരുന്നെല്ലി MLA ആശംസകൾ അറിയിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ സ്വാഗതം ആശംസിച്ചു. ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ജില്ലാ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ, ചീഫ് വികസന ഓഫീസർ മേരി വിജയ, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ AG ബോബൻ, ജല മാനേജ്മെന്റ് ഉപഡയറക്ടർ R ഷേർലി, കോൾ വികസന അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ സോഫിയ A ജോൺ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാർഷിക ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ലത, കോൾ കർഷക അതോറിറ്റി കോർഡിനേറ്റർ PS സുരേന്ദ്രൻ, പുഞ്ച സ്പെഷ്യൽ ഓഫീസർ KG പ്രാൻസിംഗ്, ഡെപ്യൂട്ടി തഹസിൽദാർ ഷീല സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നടന്നു. സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന ആശയവുമായി ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിനിലൂടെ സുഹൃത്തുക്കൾക്ക് നട്ടുവളർത്താൻ വൃക്ഷത്തൈ കൈമാറ്റവുമായി ഹരിത കേരളം മിഷൻ. ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. മാതൃഭൂമിയുടെ കുട്ടി കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി PB എയ്മിക്ക് തൈ കൈമാറി വിദ്യാലയ അങ്കണത്തിൽ തൈ നട്ടും ഉദ്ഘാടനം നിർവഹിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. 1 കോടി വൃക്ഷത്തൈകൾ നടുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന ഹരിത മിഷൻ ലോക പരിസ്ഥിതി ദിനമായ 5 മുതൽ നടത്തിവരുന്ന ഒരു തൈ നടാം വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് തൈ നടീൽ പ്രവർത്തനങ്ങൾ, പരിപാലനം, തുടർ സംരക്ഷണം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടികൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രതയും പ്രത്യാഘാതങ്ങളും അനുഭവിക്കുന്ന ഇക്കാലത്ത് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് വൃക്ഷവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന വായിക്കാം പദ്ധതിയിലേക്കുള്ള പുസ്തകങ്ങൾ പ്രധാനാധ്യാപിക ബിദ ഫ്രാൻസിസ് കളക്ടർക്ക് കൈമാറി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി KR ജയലക്ഷ്മി വരച്ച ചിത്രവും കളക്ടർക്ക് കൈമാറി. നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക പദ്ധതി വിശദീകരണം നടത്തി. സെന്റ് തോമസ് പ്രധാനാധ്യാപിക ബിദ ഫ്രാൻസിസ് തരകൻ, സെന്റ് തോമസ് HSS തിരൂർ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾസൺ പാലത്തിങ്കൽ, വാർഡ് മെമ്പർ TK കൃഷ്ണൻകുട്ടി, PTA പ്രസിഡന്റ് വിനീത സാജൻ, സെന്റ് തോമസ് HSS പ്രിൻസിപ്പൽ PJ ജോഫി എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റിലേക്ക് +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്താനുള്ള സേവനങ്ങൾ എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തെ ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തുന്നു. തിരുവനന്തപുരം നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്ന് ഫോറവും പ്രോസ്പെക്ടസും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ഓഗസ്റ്റ് 10 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ നോക്കാനുള്ള വെബ്സൈറ്റ് www.srccc.in. വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9846033001. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം
SRK Gold and Diamonds, Kalathot, Thrissur. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്. 2 വർഷം, 1 വർഷം, 6 മാസം ദൈർഘ്യമുള്ള ഈ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 799-444-9314. സോളാർ സിസ്റ്റം പ്രൊമോഷണൽ ഇൻസെന്റീവ് നൽകിയില്ല. 2,25,550 രൂപ നൽകാൻ വിധിയായി. സോളാർ സിസ്റ്റം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പ്രൊമോഷണൽ ഇൻസെന്റീവ് നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിലാണ് പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ, കാട്ടൂർ, ചാലിശ്ശേരി ആൻഡ്രോ ജോസഫ് ഫയൽ ചെയ്ത ഹർജിയിലാണ് എറണാകുളം പേട്ട ചമ്പക്കരയിലെ പ്രിയ എന്റർപ്രൈസസ് ഉടമയ്ക്കെതിരെ വിധിയായത്. ഹർജിക്കാരനിൽ നിന്ന് 2,40,000 രൂപ കൈപ്പറ്റി സോളാർ സിസ്റ്റം എതിർകക്ഷി സ്ഥാപിച്ചു. പ്രൊമോഷണൽ ഇൻസെന്റീവായി 84 മാസ തവണകളിലായി 2,880 രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന് കരാറുമുണ്ടായിരുന്നു. ഹർജിക്കാരന് ഇൻസ്റ്റാൾമെന്റുകളിലേക്ക് 28,850 രൂപ മാത്രമാണ് നൽകിയത്. തുടർന്ന് സംഖ്യ നൽകിയില്ല. നിവൃത്തിയില്ലാതെ ഹർജി ഫയൽ ചെയ്തു. എതിർകക്ഷിയുടെ പ്രവൃത്തി മാനസിക പ്രയാസങ്ങളും വിഷമതകളും സൃഷ്ടിച്ചുവെന്ന് കോടതി വിലയിരുത്തി. തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് 2,10,550 രൂപയും നഷ്ടപരിഹാരമായി 10,000 രൂപയും ചിലവിലേക്ക് 5,000 രൂപയും നൽകാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡൻസ് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓഗസ്റ്റ് 5 മുതൽ 8 വരെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ അഭിമുഖം നടത്തുന്നു. MBBS ബിരുദമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. പ്രതിമാസ വേതനം 45,000 രൂപ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൽ കാര്യാലയത്തിൽ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 048722003110 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിമൻ എന്റർപ്രണേഴ്സ് സംഘടിപ്പിക്കുന്ന വൻ തൃശൂർ കാർണിവൽ ഓഗസ്റ്റ് 8-ന് ലുലു ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
TS പട്ടാഭിരാമൻ, അനിൽ ജോസ് എന്നിവർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കാർണിവൽ. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും 100-ലധികം സ്റ്റാളുകൾ, ഫേസ് പെയിന്റിംഗ്, കുട്ടികൾക്ക് ആർട്ട് കോർണർ, ഗെയിമുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുപമ രാമചന്ദ്രന്റെ ബ്ലാക്ക് ഔട്ട് കവിത, ഷാനി റജിയുടെ നെറ്റിപ്പട്ടം ക്രാഫ്റ്റ് വർക്ക് എന്നിവയും അരങ്ങേറും. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാം. മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്കും നയിക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീ റിമാൻഡിൽ. അഷ്ടമിച്ചിറ മാള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകാൻ ആവേ മരിയ ബസ്സിൽ യാത്ര ചെയ്യവെയാണ് പരാതിക്കാരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്തത്. കേസിലെ പ്രതി തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ ലക്ഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി KT, മുഹമ്മദ് ബാഷി, GSCPO അനീഷ്, CPOമാരായ അഖിലേഷ്, സിജോ എന്നിവർ കേസ് അന്വേഷിക്കുന്നു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി റെന്റിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് റെന്റിൽ. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അടിപിടി, വധശ്രമം കേസുകളിലെ പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, GASI ലിജോൺ, CSPO ബിജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പോർച്ചുഗലിലേക്ക് ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് 2,80,000 രൂപയുടെ വെട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. തൊട്ടിപ്പാൾ പറപ്പൂക്കര സ്വദേശിയുടെ യുവാവിൽ നിന്നാണ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2,80,000 രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേന അയച്ച് വിസ ശരിയാക്കി കൊടുക്കാതിരുന്നത്. ആലപ്പുഴ മിത്രക്കരി ദേശം നടുവിൽപ്പറമ്പിൽ വീട്ടിൽ ജിറ്റു ആന്റണിയെയാണ് പ്രതിയാക്കി മാള പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ജിറ്റു തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PKയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിദ്ധി എന്നറിയപ്പെടുന്ന സിദ്ദിഖിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വിൻസി തോമസ് എന്നിവർ കാപ്പ ചുമത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികൾ ഉൾപ്പെടെ 4 പേർ റിമാൻഡിൽ. കോടന്നൂർ ചാക്യാർകടകു സ്വദേശി ചെറിയത്ത് വീട്ടിൽ സ്റ്റെബി ഓർഡർ ചെയ്ത മദ്യമെടുക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലും ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത്. പ്രതികളായ വെങ്ങടിശ്ശേരി അമ്പലനട സ്വദേശി കുട്ടൻ എന്നറിയപ്പെടുന്ന മനീഷ്, കക്കാട്ടിൽ മനോജ്, കണ്ണൂർ സ്വദേശി ചാരിച്ചിറ്റി വീട്ടിൽ ബാബു, കുറുവത്ത് വീട്ടിൽ ഷാജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി.
ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ് KS, ഷാജു MS, സജിപാൽ, ASI ഷീജ, CPOമാരായ വിപിൻ, അജിത് കുമാർ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിങ്കളാഴ്ച രാത്രിയിൽ ആരംഭിച്ച മഴ തൃശൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. മണ്ണുത്തി സെന്ററും മുങ്ങി. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് തോട് കരകവിഞ്ഞൊഴുകിയതോടെ പരിസരത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിലും ആരംഭിച്ചു. ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിച്ചിട്ടും കോൾപ്പാടത്തെ തരിശുനിലങ്ങളെ കതിരണിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി K. രാജൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.